ഗോമൂത്രം കലർന്ന ചാണകത്തിലെ നുരയ്ക്കുന്ന പുഴുവായിട്ടുള്ള ഒരു മരങ്ങാണ്ടി മോറൻ ചാണകക്കുട്ടനുള്ള മറുപടിയും ഒരു വെല്ലുവിളിയുമാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിക്കുന്നത്. അവൻ ചെയ്ത വീഡിയോയിലൂടെ എന്നെ അസഭ്യം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇതിൽ കൂടുതലൊന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. പക്ഷേ മറുപടി പറയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് മറുപടി പറയുകയാണ്. നമുക്കെന്തായാലും ഇയാൾ പറഞ്ഞിരിക്കുന്ന വീഡിയോയിലെ ആ പ്രധാന ഭാഗങ്ങൾ ഞാൻ കേൾപ്പിച്ചു തരാം. ഒന്ന് കേട്ടിട്ട് ബാക്കിയുള്ളത് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ കേരളത്തിൽ മറ്റുള്ളവരെ തെറ്റിദ്ധരിപ്പിക്കാൻ സുഡാപ്പികളെ പോലെ കഴിവ് വേറൊരു മനുഷ്യന്മാർക്കില്ല. ഇവനെ പോലെ സത്യം പറയാലോ 2047 ഇസ്ലാമിക രാജ്യം വരണമെന്ന് ആഗ്രഹിക്കുന്ന അസറഫ് പച്ചപ്പടയുടെ ബാപ്പയാണ്. ഏത് വീഡിയോ ചെയ്താലും അവന്റെ മതം മാത്രമേ ഉള്ളൂ. അതെങ്ങനെയെങ്കിലും ഇവിടെ പെട്ടെന്ന് അങ്ങോട്ട് വളർത്തിയിട്ട് ഇസ്ലാമിക രാജ്യം വൽക്കരിക്കുക, എന്നിട്ട് അതിന്റെ തലപ്പത്ത് കയറി അതിന് മുമ്പേ നാരിക പൊട്ടിത്തെറിക്കുന്നു. അമ്മാതിരി സാധനം വരെ എവിടെയെങ്കിലും ബെൽറ്റ് പോകുമ്പോൾ അവർ 6 ബോംബൊക്കെ വെച്ച് പരനാരിക പൊട്ടിത്തെറിക്കുന്നു. ഇവിടെ എങ്ങനെ ജീവിക്കുമെന്ന് അറിയാൻ പാടില്ല. എന്തായാലും ഈ നാരി BJP നേതാക്കൾക്കെതിരെ ഒരു എന്താ പറയുക തെറ്റിദ്ധാരണ നടത്തുന്നുണ്ട്. അതെന്തായാലും കേട്ടു വരാം. ഇത്രയും ഗതികെട്ടവൻ വേറെ ആരെങ്കിലും ഉണ്ടോ ദൈവമേന്ന്? അതേപോലത്തെ ഒരു ഗതികെട്ടവനാണ് താഴത്തെ ഫോട്ടോയിൽ കാണുന്നത്. യുവമോർച്ചയുടെ നേതാവിന്റെ മകനാണ്. BJP നേതാക്കൾ തന്നെ മുഖ്യ ക്വസ്റ്റ്യൻ പേപ്പർ 10 ലക്ഷം രൂപ കൊടുത്ത് വാങ്ങിച്ചിരിക്കുക. ജിഹാദി പരനാരി ആകെ 2 പേരെയാണ് അവിടെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഒന്ന് സഞ്ജീവ് മുഖ്യ എന്ന ഒരാൾ, പിന്നെ ഒന്ന് PV കുൽക്കർണി. ഈ 2 പേരും BJPയുടെ യാതൊരു ബന്ധമില്ല. പിന്നെ അവിടെ കോൺഗ്രസ് പ്രതിപക്ഷം ആരോപിച്ചുകൊണ്ടിരിക്കുന്നത് ഏതോ മന്ത്രിയായിട്ട് നിന്ന് ഫോട്ടോ എടുത്ത് ഇവിടെ പിണറായി വിജയനായിട്ടും നമ്മുടെ സോണിയാഗാന്ധിനായിട്ട് നിന്ന് ഫോട്ടോ എടുത്തല്ല. അതാണ് അവിടെ പ്രതിപക്ഷം പോലും ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ ഏതോ ഒരു കാട്ടുമുക്കി, നീ ഏതോ ഗൾഫിൽ എവിടെയൊക്കെ എനിക്ക് പറഞ്ഞാൽ ഇരുന്നുണ്ട് BJP നേതാക്കൾ വിറ്റത് BJP നേതാവ് മേടിച്ച് നീ അത് തെളിയിക്കും. നീ ആരാണ്? നിന്നെ ഞാൻ വെല്ലുവിളിക്കുന്നു. നീ ഒറ്റ വാപ്പാക്ക് തന്നെ ഉണ്ടായ ഒറ്റ പന്നിക്ക് തന്നെ ഉണ്ടായ ജിഹാദിയാണെന്നുണ്ടെങ്കിൽ നീ അന്ന് തെളിയിക്കും. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ. ഇത്രയും വലിയ പരനാരികളായിട്ടും ഇവന്റെയൊക്കെ വീഡിയോ റോക്കറ്റ് പോലെ കുറിച്ചേർന്നതിന്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അവന്റെ മതത്തിൽ തന്നെയുള്ള ഒരു പറ്റ ആൾക്കാരുണ്ട്. അവരാണ് താങ്ങി പറഞ്ഞത്. എന്ത് നാരിത്തരം പറഞ്ഞാലും എന്ത് കുട്ടികൾ പറഞ്ഞാൽ BJPക്കെതിരെ പറയാം, ജയ് ശ്രീരാം വിളിനെ പറ്റി പറയണം. പിന്നെ ചാണകം ഗോമൂത്രം ഇങ്ങനെയുള്ള പല എന്താ പറയുക അപരാധിത്തരങ്ങൾ പറയുമ്പോഴും ഇവർക്ക് അവരുടെ ആൾക്കാർ ഇങ്ങനെ സപ്പോർട്ടേഴ്സ് കൂടിക്കൊണ്ടിരിക്കുന്നത്. കുറെ നാൾ മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവരൊക്കെ കമന്റ് ബോക്സിൽ പോയി തെളിവിക്കും എന്റെ ഒരു ധൈര്യം കാണിക്കാനായിട്ട്. പിന്നീടാണ് ഞാൻ ആ ഒരു സത്യം മനസ്സിലാക്കുന്നത്. ഈ പരനാരി ഒന്നും കമന്റ് ബോക്സ് ഒന്നും വല്ലതും നോക്കാറില്ല. അവർ സപ്പോർട്ടായിട്ട് തന്നെ കുറച്ച് ആൾക്കാരെ നോക്കുന്നതിനാണ് തെരുവിളി സംഖ്യകളെന്നാലും ഇവൻ നോക്കാറുണ്ടാവില്ല. കാര്യം എനിക്ക് പറഞ്ഞത് എനിക്കറിയില്ല. അങ്ങനെ തന്നെയാണ് ഇവിടെ നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ കമന്റ് ഇട്ടതൊന്നും അവൻ കാണില്ല. നിങ്ങൾ പ്രതികരിക്കാൻ ഉദ്ദേശിച്ചത് തന്നെയാണ് ഞാൻ ഈ പറഞ്ഞത് എന്നുണ്ടെങ്കിൽ ആ പരനാരിക്ക് ഒന്ന് ടാഗ് ചെയ്തിട്ട് ഒന്ന് ഷെയർ ചെയ്ത് വിടുക. ഇപ്പൊ ടാഗ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് വിട്ടു. ആ പരനാരി നമ്മുടെ എച്ചിൽ നിന്ന് ജീവിക്കുന്ന ഈ പരനാരി കണ്ടോളൂ. ഇനി വേറോ ഇടയിലൊക്കെയാണ് കിടക്കണമെന്ന് പറയുന്നത്. നാളെ ഇതിന്റെ വിരുദ്ധമായിട്ട് വീഡിയോ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എനിക്ക് അയച്ചു തരാം. എന്നാലേ ഇവർ വേണ്ടത് എനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ഞാനും ഈ ഫേസ്ബുക്കിൽ കുറച്ച് കാശുണ്ടാക്കട്ടെ. ഈ പരനാരിക്കൊക്കെ ഈ രാജ്യവിരുദ്ധം ഈ മത പ്രീണനം കളിച്ചിട്ടുണ്ടാക്കാൻ കുറച്ച് കാശ് ഞാൻ ഉണ്ടാക്കട്ടെ. പരനാരിക്ക് കൊടുക്കാനുള്ളത് പോലെയൊക്കെ നിങ്ങൾ കൊടുക്കാനുള്ളത് പോലെ ഞാൻ കൊടുത്തെന്ന് വിശ്വാസം ഉണ്ടെങ്കിൽ ഷെയർ ചെയ്ത് വിടുക. നന്ദി, നമസ്കാരം. കഴിഞ്ഞ പെരുന്നാളിന്റെ സമയത്ത് AI കൊണ്ട് ഞാനൊരു ഫോട്ടോ ക്രിയേറ്റ് ചെയ്തിട്ട് ഫേസ്ബുക്കിൽ ഇട്ടിട്ട് ഞാൻ പറഞ്ഞിരുന്നു, ഇത് എല്ലാവരും സേവ് ചെയ്ത് വെച്ചോ, സംഘികൾക്ക് ആവശ്യം വരും. കാരണം ഇതുപോലെ തലയിൽ തൊപ്പിയൊക്കെ വെച്ചിട്ട് എന്നെ കാണാനോ അല്ലെങ്കിൽ സുഡാപ്പിയാക്കാനോ പറ്റിയ മറ്റൊരു ഫോട്ടോ കിട്ടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞു. ചേട്ടൻ ഏതായാലും അത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് കുറേ സംഘികൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോയുടെ സ്ക്രീൻഷോട്ടാണ്. ചേട്ടൻ എൻ്റെ അക്കൗണ്ടിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ ആ ഫോട്ടോ അവിടെ തന്നെ കിടക്കുന്നുണ്ട്. ചേട്ടന് നല്ല രീതിയിൽ കുറച്ചുകൂടെ നല്ല ക്വാളിറ്റിയുള്ള ഫോട്ടോ അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നു കേട്ടോ. ഇനി ചേട്ടൻ പറഞ്ഞ പോലെ ഞാൻ തീട്ടം തിന്ന് ജീവിക്കുന്നതാണെന്നൊക്കെയാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ ഞാൻ വിട്ട വാളി മണപ്പിച്ചുകൊണ്ട് വന്നിട്ട് ഈ ചേട്ടൻ ഇങ്ങനെ പറയുന്നത് മോശമല്ലേ? അപ്പോൾ എന്തായാലും നമുക്ക് കാര്യങ്ങളിലേക്ക് കിടക്കാം. ചേട്ടൻ പറഞ്ഞിരിക്കുന്ന ആദ്യം തന്നെ ഞാൻ മതം ഏതിലും മതം പറയുന്ന ഒരു മനുഷ്യനാണ് എന്നാണ്. ആദ്യം തന്നെ നമുക്ക് വെല്ലുവിളിയിലേക്ക് തുടങ്ങാം. ചേട്ടൻ എന്നെ ഒരു വെല്ലുവിളിച്ചിട്ടുണ്ട്, അത് നമുക്ക് അടുത്തായിട്ടേ പറയാം. പക്ഷെ ഞാൻ അങ്ങോട്ട് ആദ്യം ഒരു വെല്ലുവിളി തരികയാണ്. ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഞാൻ പല ആളുകൾക്കും കൊടുത്തിരിക്കുന്ന അതേ വെല്ലുവിളി തന്നെയാണ് ചേട്ടനും തരാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അവരാരും തന്നെ ഇതുവരെ അത് ഏറ്റെടുക്കുകയോ വിജയിപ്പിക്കുകയോ ചെയ്തിട്ടില്ല. ചേട്ടന് വേണമെങ്കിൽ ശ്രമിച്ചു നോക്കാം. 1 ലക്ഷം രൂപയാണ് ഞാൻ സമ്മാനമായിട്ട് പറയുന്നത്. ഞാൻ എൻ്റെ വീഡിയോയിൽ ഏകദേശം 2000-ന് മുകളിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇതിലെവിടെയെങ്കിലും ഏതെങ്കിലും ഒരു മതത്തിന്, ചേട്ടൻ പറഞ്ഞ പോലെ ഹിന്ദു മതത്തിന് മാത്രമല്ല, ഏതെങ്കിലും ഒരു മതത്തിനെയോ വിശ്വാസത്തിനെയോ കുറ്റം പറയുന്നതോ മോശപ്പെടുത്തുന്നതോ ആയിട്ടുള്ള ഒരേ ഒരു വീഡിയോ എടുത്തു വെച്ചുകൊണ്ട് ഇന്ന് വീഡിയോ ചെയ്ത പോലെ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ചേട്ടന് ഞാൻ 1 ലക്ഷം രൂപ സമ്മാനമായിട്ട് തരുന്നതായിരിക്കും. അവിടെ കട്ട് ചെയ്തുകൊണ്ട് വന്നിട്ട് ഇവൻ അങ്ങനെയാണ് പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. വീഡിയോ ഫുള്ളായിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. ഓക്കെ, ചേട്ടൻ പറഞ്ഞ രണ്ടാമത്തെ കാര്യം, ഞാൻ ഈ മതം പറയുന്നത് മുഴുവനായിട്ടും എൻ്റെ മതത്തിൽപ്പെട്ട ആളുകൾ മാത്രം റീച്ച് കൊടുത്തുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വളർന്നുകൊണ്ടിരിക്കുന്നത്. ചേട്ടൻ എൻ്റെ ഫോളോവേഴ്സ് ലിസ്റ്റിലെങ്കിലും കയറി നോക്കുക. ഒരുപാട് ഇതര മതസ്ഥരായിട്ടുള്ള ഒരുപാട് നല്ലവരായിട്ടുള്ള ആളുകൾ, തീട്ടം തിന്നുന്ന ചാണകങ്ങളെ കുറിച്ചിട്ടല്ല പറയുന്നത്, നല്ല ഹൈന്ദവ വിശ്വാസത്തിൽ വളരുന്ന അല്ലെങ്കിൽ ജീവിക്കുന്ന, ഹൈന്ദവ വിശ്വാസം എന്താണെന്ന് അറിയുന്ന ഒരുപാട് ആളുകൾ എന്നെ ഫോളോ ചെയ്യുന്ന, എന്നെ ഇഷ്ടപ്പെടുന്ന ആളുകളുണ്ട്. ചിലപ്പോൾ ഒരാളെ പറഞ്ഞിട്ട് മറ്റേ ആളെ പറയാൻ മറന്നു പോയി കഴിഞ്ഞാൽ പിന്നെ അത് എനിക്കൊരു മോശമാകുന്നുണ്ട്. ഞാൻ അങ്ങനെ ഒരാളുടെ പേരെടുത്ത് പറയുന്നില്ല. ചേട്ടൻ കയറി നോക്കിയാൽ മതി. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. നിങ്ങളെപ്പോലെയുള്ള, ഞാൻ വീഡിയോ ഒക്കെ ചെയ്യുന്നതിന് മുമ്പ് തന്നെ വീഡിയോ ചെയ്ത് തുടങ്ങിയ നിങ്ങളെപ്പോലെയുള്ള ചാണകങ്ങൾ ഇത്രയും നാളായിട്ടും ഈ വർഗീയത പറഞ്ഞിട്ടും അങ്ങോട്ട് റീച്ച് ആകാത്തതിൻ്റെ കാര്യം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്ന വർഗീയത മാത്രമാണ്. ഈ അടുത്ത കാലങ്ങളിൽ വീഡിയോ ചെയ്തു തുടങ്ങിയ ഞാൻ ഇപ്പോൾ തന്നെ 3.5 ലക്ഷം ഫോളോവേഴ്സ് അടുത്ത് എത്തിയിട്ടുണ്ട്. എൻ്റെ ഓരോ വീഡിയോസുകളും ഈ പറയുന്ന 500Kയ്ക്കും 600Kയ്ക്കും 1 മില്യനും അടുത്ത് കയറി പോകുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് നിങ്ങളെപ്പോലെയുള്ള ചാണക തീട്ടങ്ങളും വർഗീയത പറയുന്നവരും അല്ല നമ്മുടെ നാട്ടിലുള്ളത് എന്നുള്ള കാര്യം ആദ്യം ഒന്ന് മനസ്സിലാക്കുക. നിങ്ങൾ ആദ്യം നന്നായാൽ മതി. അപ്പം തന്നെ നിങ്ങളുടെ വീഡിയോയ്ക്ക് റീച്ചൊക്കെ ഉണ്ടായിക്കോളും. പിന്നെ കാര്യമായിട്ടുള്ളൊരു വെല്ലുവിളി ചേട്ടൻ നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ വെല്ലുവിളിയിലേക്കാണ് വരുന്നത്. ചേട്ടൻ മതം പറഞ്ഞിട്ടാണ് ഞാൻ വീഡിയോ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് ചേട്ടൻ എടുത്തു വെച്ച് സംസാരിച്ച വീഡിയോ എന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസത്തെ നീറ്റ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ചോദ്യവുമായിട്ടുള്ള കാര്യമാണ്. അതിനകത്ത് ഞാൻ എവിടെയെങ്കിലും ഹിന്ദുവെന്നോ മുസ്ലിമെന്നോ ക്രിസ്ത്യനെന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു
മതവിഭാഗത്തിനെ അതിനകത്ത് പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു വാക്കായിട്ടെങ്കിലും ഇതൊക്കെ പറയുന്നുണ്ടെങ്കിൽ ചേട്ടൻ പറയുന്നത് ഞാൻ അംഗീകരിച്ചേനെ. ഇതിൽ പോലും ചേട്ടൻ അത് കാണിച്ചു കൊടുക്കാനായിട്ട് പറ്റിയില്ല. ഈ BJP എന്നൊരു പേര് പറഞ്ഞാൽ BJPനെ സംസാരിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ അവൻ മതം പറയുന്നവനാണ്, വർഗീയവാദിയാണ്, അവൻ ഹിന്ദുവിനെ പറയുന്നവനാണ്, അവൻ രാജ്യദ്രോഹിയാണ്, അവൻ ഇന്ത്യക്കെതിരെയാണ് സംസാരിക്കുന്നത് എന്നുള്ള നിങ്ങളുടെ ആ ഒരു ഭാഷയുണ്ടല്ലോ, ഇതൊക്കെ ആളുകൾക്ക് മനസ്സിലായി തുടങ്ങി. അത് ആദ്യം നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക, ബാക്കിയുള്ളവർക്കൊക്കെ മനസ്സിലായി തുടങ്ങി കഴിഞ്ഞു. അതുകൊണ്ട് ചേട്ടൻ എന്നെ വെല്ലുവിളിച്ചത്, ഞാൻ ഒറ്റ തന്തയ്ക്ക് പറഞ്ഞവൻ തന്നെയാണ് ചേട്ടാ. അല്ലാതെ ഈ സയന്റിഫിക്കലി പല തന്തമാർക്ക് ജനിക്കുക എന്ന് പറയുന്നത് പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. പിന്നെ നിങ്ങളെപ്പോലെ ഗോമാതാവിനെ മാതാവായിട്ടും കാളനെ അപ്പനായിട്ടും അല്ലെങ്കിൽ പോത്തിനെ അപ്പനായിട്ടൊന്നും കാണാനായിട്ട് എന്നെ കൊണ്ട് പറ്റത്തില്ലാത്തതുകൊണ്ട് എൻ്റെ അപ്പൻ്റെ പേര് മുഹമ്മദ് ഹനീഫ എന്നാണ്. ചേട്ടൻ ഇനി സംശയം വല്ലതും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ നമുക്കൊരു DNA ടെസ്റ്റ് ഒക്കെ എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ പിന്നെ ചേട്ടൻ പറഞ്ഞ വെല്ലുവിളി, നീറ്റ് പരീക്ഷയ്ക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ള 3 പേരുടെ പേരെ കണ്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. 3 പേരല്ല, ഒഫീഷ്യലായിട്ട് CBI പറഞ്ഞിരിക്കുന്നത് 11 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനകത്ത് ഞാൻ സംസാരിച്ചിരിക്കുന്ന ആൾ, അതായത് 15 ലക്ഷം രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ചു എന്ന് പറയുന്ന രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നിട്ട് അറസ്റ്റിലായിട്ടുള്ള സഹോദരങ്ങൾ, അതായത് ഇവരാണ് 15 ലക്ഷം രൂപയ്ക്ക് ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച് മറിച്ച് വിറ്റ ആളുകൾ. അയാളുടെ പേരുകൾ ദിനേശ് ബിവാൽ, മംഗിലാൽ ബിവാൽ, വികാസ് ബിവാൽ, ഇങ്ങനെ 3 പേരാണ് അവരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ താഴെ കാണുന്ന ഈ പോസ്റ്റർ എന്ന് പറയുന്നത് അതിനകത്ത് ദിനേശ് ബിവാൽ എന്ന് പറയുന്ന ആ ഒരാൾ ചെയ്തിരിക്കുന്ന അയാളുടെ നാട്ടിൽ കൊടുത്തിരിക്കുന്ന പോസ്റ്ററാണ്. അല്ല ഞാൻ ഇനി AI ഉണ്ടാക്കി കൊണ്ടുവന്നതൊന്നും പറയല്ലേ. അപ്പോൾ ഇതിനകത്ത് ദിനേശ് ബിവാൽ എന്ന് പറയുന്ന ആളുടെ പോസ്റ്ററാണ് കണ്ടത്. അയാൾ അതിനകത്ത് കൃത്യമായിട്ട് അയാൾ ഏത് സ്ഥാനം വഹിക്കുന്ന ആളാണെന്ന് എഴുതിയിട്ടുണ്ട്. ഭാരതീയ യുവജന മോർച്ച ജില്ലാ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പുള്ളി അതിനകത്ത് കൊടുത്തിരിക്കുന്നത്. അതിനകത്ത് ആ ബാക്കിയുള്ള ഭാരവാഹികളുടെ എല്ലാവരുടെയും പേരുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ ദീപാവലിക്ക് ന്യൂ ഇയർ ആഘോഷവുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിന്റെ ഒരു ആശംസ നേർന്നുകൊണ്ട് ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ്. ഇതേ ബിവാൽ കുടുംബത്തിലെ 6 പേരാണ് കഴിഞ്ഞ വർഷങ്ങളിൽ നീറ്റ് പരീക്ഷ എഴുതി ഉന്നത മാർക്കോടുകൂടി പാസ്സായത് എന്നതുകൂടെ ഇതിന്റെ കൂട്ടത്തിൽ ചേർത്ത് വായിക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ ചേട്ടാ. അപ്പൊ ചേട്ടൻ പറഞ്ഞതുപോലെ BJPയുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് തന്നെ ഒരു തെളിവായിട്ട് ഞാൻ അങ്ങോട്ട് വെച്ച് തരികയാണ്. ഇനി ചേട്ടൻ പറയുന്ന പോലെ BJPക്ക് ഇതുമായിട്ട് ബന്ധമില്ല എന്നുണ്ടെങ്കിൽ ഇതിനെ ഒപ്പോസ് ചെയ്യാൻ പറ്റുന്ന ഒരു തെളിവ് ചേട്ടൻ കൊണ്ടുവന്ന് തരണം. ഏതായാലും അതിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ വാങ്ങിച്ച ആളെയും അദ്ദേഹത്തിന്റെ മകനെയും എല്ലാം ഫോട്ടോ സഹിതം കാണിച്ചു തന്നപ്പോഴും അതിനകത്തും പറഞ്ഞിട്ടുണ്ട് അത് യുവമോർച്ചയുടെ നേതാവായിട്ടുള്ള ആളാണ്, അയാളുടെ മകനാണ് എന്ന് കൃത്യമായ വാർത്തകളടക്കം തന്നിട്ടുള്ളത് കൊണ്ട് ഇനി അതിനെ തെളിയിച്ചു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഈ പറഞ്ഞിരിക്കുന്ന വാർത്തകൾ തെറ്റാണോ ശരിയാണോ എന്നുള്ളത് NDTV അടക്കമുള്ള നാഷണൽ മീഡിയാസിൽ ചേട്ടന് കയറി നോക്കിക്കഴിഞ്ഞാലായിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇനി പറഞ്ഞു തരണമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ചേട്ടനെ പോലെയുള്ള ആളുകൾ ഒരു കാര്യം മനസ്സിലാക്കുക, BJP എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി മാത്രമാണ്. നിങ്ങൾ അതിലേക്ക് മതം തിരികാനായിട്ട് നിൽക്കാതെ രാഷ്ട്രീയത്തിനെ കുറിച്ച് സംസാരിക്കൂ, രാഷ്ട്രത്തെക്കുറിച്ച് സംസാരിക്കൂ. നമുക്ക് രാഷ്ട്രത്തിനെ വളർത്താവുന്നേ, ഇന്ത്യയെ വളർത്താവുന്നേ. അപ്പോൾ പിന്നെ ആ വെല്ലുവിളിക്കുള്ളൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം. ഞാൻ വെല്ലുവിളിച്ച കാര്യം ചേട്ടൻ ഓർക്കുന്നുണ്ടല്ലോ, ഞാൻ മതം പറയുന്ന ഒരു വീഡിയോ എങ്കിലും കാണിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ തന്തയ്ക്ക് പറഞ്ഞവനാണോ എന്നൊന്നും ഞാൻ ചോദിക്കത്തില്ല. താങ്കളുടെ അമ്മയുടെ ഭർത്താവായിട്ടുള്ള ആൾ തന്നെയാണ് തന്നെ ഉണ്ടാക്കിയത് എന്ന് തനിക്ക് ഉറപ്പുണ്ടെന്നുണ്ടെങ്കിൽ ഇത് എന്നെ തെളിയിച്ചു തരണം. ഇല്ല എന്നുണ്ടെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ പറമ്പ് പണിക്ക് വന്ന ബംഗാളിയോ ഇല്ലെന്നുണ്ടെങ്കിൽ ആ റോഡ് പണിക്ക് വന്ന പാണ്ഡ്യയോ ഒക്കെ ഉണ്ടാക്കിയതായിരിക്കും തന്നെ എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ഈ പരിപാടിയൊക്കെ നിർത്തുന്നു.